പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൻ്റെ കോർഡിനേഷൻ ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് കോർഡിനേഷൻ? കോർഡിനേഷൻ ഈസ് ദി ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിസിമിലർ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ടു അറ്റൈൻ ദ കോമൺ ഗോൾസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ ബിസിനസ്സിലുള്ള ഡിസിമിലർ ഗ്രൂപ്പ് ഓഫ് സിമിലർ അല്ലാത്ത വ്യത്യസ്തമായ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെ ബിസിനസ്സിൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ആൻഡ് സിങ്ക്രണൈസേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്ടുകളെ ഒരു സ്ഥാപനത്തിലുള്ള വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ യൂണിഫൈ ചെയ്യുന്നു, ഐക്യപ്പെടുത്തുന്നു. ആൻഡ് കോർഡിനേഷൻ is regarded as the essence of management, not a separate function. കോർഡിനേഷനെ മാനേജ്മെൻറ്റിൻ്റെ എസൻസ് തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്, എന്തല്ല, ഇറ്റ് ഇസ് നോട്ട് എ സെപ്പറേറ്റ് ഫങ്ഷൻ. ഇതൊരു സെപ്പറേറ്റ് ഫങ്ഷൻ അല്ല, മാനേജ്മെൻറ്റ് തന്നെയാണ് കോർഡിനേഷൻ ഇൻ എസൻസ്. മാനേജ്മെൻറ്റിൻ്റെ എസൻസ് ആണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇനി കോർഡിനേഷനെ കുറിച്ച് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടായ ഹെൻറി ഫയോൾ തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇറ്റ് ഹാർമണൈസസ്, സിങ്ക്രണൈസസ് ആൻഡ് യൂണിഫൈസ് ഇൻഡിവിജ്വൽ എഫേർട്സ് ഫോർ ബെറ്റർ ആക്ഷൻ ആൻഡ് ബെറ്റർമെൻറ്റ് ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബിസിനസ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഇൻഡിവിജ്വൽ എഫേർട്സിനെ യൂണിഫൈ ചെയ്യുന്നു, ഹാർമണൈസ് ചെയ്യുന്നു, സിങ്ക്രണൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ ഇൻഡിവിജ്വൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ ഇൻഡിവിജ്വൽ എഫേർട്ടുകളെയൊക്കെ ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ഹാർമണൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കോർഡിനേഷൻ്റെ നേച്ചർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്ട്. കോർഡിനേഷൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു, ഡിസിമിലർ ആക്ടിവിറ്റിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. കോർഡിനേഷൻ ഈസ് നീഡഡ് വെൻ ദർ ഇസ് എ ഗ്രൂപ്പ് എഫേർട്ട് ഇസ് ഇൻവോൾവ്ഡ്. അപ്പോൾ കോർഡിനേഷൻ ആവശ്യമായി വരുന്നത് എന്താണ്, എപ്പോഴാണ്? ഒരു ഗ്രൂപ്പ് എഫേർട്ട്, പല ഗ്രൂപ്പ് എഫേർട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് ആ ഗ്രൂപ്പുകളെ കൂട്ടിയോജിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് എഫേർട്സ് ആർ മൂവിങ് ടുവേർഡ്സ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓരോ ഗ്രൂപ്പുകളും സ്വന്തം നിലയിൽ മാക്സിമം എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഗ്രൂപ്പുകളെ ഒക്കെ കൂടി കൂട്ടിയോജിപ്പിച്ചിട്ട് ഓർഗനൈസേഷൻ്റെ ഗോള് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം കോർഡിനേഷൻ ചെയ്യുന്നത്. ദെൻ കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. പ്രവർത്തനങ്ങൾ ഒരേ ഡയറക്ഷനിൽ കൊണ്ടുപോവുക എന്നുള്ളത് കോർഡിനേഷൻ്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷനാണ്. കോർഡിനേഷൻ ആക്ട് ആസ് ദി ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് എൻഷുർ ദാറ്റ് ഓൾ ആക്ഷൻ ഇസ് എയിംഡ് അറ്റ് അച്ചീവിങ് ദി ഓർഗനൈസേഷണൽ ഗോൾ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ പ്രവർത്തനം ഓർഗനൈസേഷണൽ ഗോൾ എന്ന് പറയുന്ന ഒറ്റ പോയിന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കോർഡിനേഷൻ. അതാണ് എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. ആ ഒരു ആക്ഷനിലേക്ക് യോജിപ്പിച്ച് കൊണ്ടുവരിക. അടുത്തതായി, കോർഡിനേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ തുടങ്ങി കഴിയുന്നതല്ല, ഇതൊരു തുടർച്ചയായി നടക്കുന്ന പ്രവർത്തനമാണ്. കോർഡിനേഷൻ ഈസ് നോട്ട് വൺ ടൈം ആക്ഷൻ ബട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതൊരു തുടർ പ്രവർത്തനമാണ്. ഇറ്റ് ബിഗിൻസ് അറ്റ് ദ സ്റ്റേജ് ആൻഡ് കണ്ടിന്യൂസ് സ്റ്റിൽ കൺട്രോളിങ്. ഇത് പ്ലാനിങ് സ്റ്റേജിൽ തുടങ്ങി കൺട്രോളിങ്ങിലൂടെ തുടരുന്നു, വീണ്ടും കറക്റ്റീവ് ആക്ഷൻസിലെ പ്ലാനിലേക്ക് പോകുന്നു. അപ്പോൾ ബിസിനസ് സ്ഥാപനം ഉള്ളിടത്തോളം കാലം ഈ കോർഡിനേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തതായി, കോർഡിനേഷൻ ഇസ് പെർവേസീവ് ഫങ്ഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒന്നിൽ മാത്രം നിൽക്കുന്നതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ഫങ്ഷൻ. ഇതൊരു സെപ്പറേറ്റ് ഫങ്ഷൻ അല്ല, ഇത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷനിലും ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെർവേസീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഈസ് റിക്വയർഡ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. എല്ലാ ലെവലിലും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, എല്ലാ ഗ്രൂപ്പിലും ആവശ്യമായ കാര്യമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ്
പെർവേസീവ്. ഇത് എവരിവെയർ ഉള്ള ഒരു ഫങ്ഷനാണ് കോർഡിനേഷൻ. അടുത്തതായി കോർഡിനേഷൻ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കൂ, മാനേജ്മെൻറ്റ് എല്ലാ മാനേജേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഏതൊരു ഫംഗ്ഷൻ നോക്കുമ്പോഴും അവിടെയും എല്ലാ സ്ഥലത്തും കോർഡിനേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് എല്ലാ മാനേജേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ടോപ്പ് മാനേജ്മെൻറ്റ് കോർഡിനേറ്റ് ദെയർ സബോർഡിനേറ്റ് വർക്ക് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അവർ കീഴിലുള്ള എല്ലാ സബോർഡിനേറ്റിൻ്റെയും വർക്കുകളെ കോർഡിനേറ്റ് ചെയ്യുന്നു. മിഡിൽ ലെവൽ കോർഡിനേറ്റ് വിത്ത് ടോപ്പ് ലെവൽ ആൻഡ് ലോവർ ലെവൽ. അപ്പോൾ മിഡിൽ ലെവൽ ഒരേ സമയം ടോപ്പ് ലെവലിൻ്റെ പ്രവർത്തനങ്ങളെയും ലോവർ ലെവലിൻ്റെ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നു. ലോവർ ലെവൽ മാനേജേഴ്സ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ് ടു എൻഷുർ ദി വർക്ക് പ്രൊസീഡിങ് അക്കോർഡിംഗ് ടു ദ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ട് എന്ന് എല്ലാ വർക്കേഴ്സിൻ്റെയും പ്രവർത്തനങ്ങളെയും ആ ലെവലിൽ തന്നെയാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ആസ് എ ഡെലിബറേറ്റ് ഫങ്ഷൻ. ഇതൊരു മനഃപൂർവ്വം, അതായത് അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് മാത്രം നടപ്പിലാക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഇത് കോർഡിനേഷൻ. A manager has to coordinate the efforts of different people in a conscious and deliberate manner. അപ്പോൾ ഓരോന്നും പ്ലാൻ ചെയ്ത പോലെ നടപ്പിലായിക്കൊള്ളും എന്ന് വിചാരിക്കാതെ ആ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മനഃപൂർവ്വം എഫേർട്ട് എടുത്ത് ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്ത് നടപ്പിലാക്കേണ്ട ഒരു ഫങ്ഷനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ കാലത്ത് കോർഡിനേഷൻ്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. Coordination, importance of coordination. Coordination is the essence of management. Or without coordination, management is meaningless. ഒരു കോർഡിനേഷൻ ഇല്ലാതെ പ്ലാൻ ചെയ്തു വെച്ചു, എല്ലാ ഫങ്ഷൻസും സെപ്പറേറ്റ് ചെയ്തു വെച്ചു, പക്ഷേ അവിടെ ഒരു നല്ല കോർഡിനേഷൻ ഇല്ല എങ്കിൽ അത് മാനേജ്മെൻറ്റ് മീനിങ്ലെസ്സാണ്, അല്ലെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ ഇസ് ദി എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. For an organization to effectively or efficiently achieve its objective, coordination is required. മാനേജ്മെൻറ്റ് സക്സസ്ഫുൾ ആവണമെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവിടെ കോർഡിനേഷൻ ഒരു നിർബന്ധ ഘടകമാണ്. കോർഡിനേഷൻ എൻഷുവേഴ്സ് കോഓപ്പറേഷൻ ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം ഉറപ്പുവരുത്താൻ അവിടെ ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. Like a thread in garland, coordination is a part of all managerial function. ഒരു പൂവിൽ ഒരു നൂല് ഒരു പൂമാലയിൽ നൂല് പുറത്തേക്ക് കാണുന്നില്ല, പക്ഷേ അതിൻ്റെ ഉറപ്പ്, അതിൻ്റെ ഭംഗി ഒക്കെ നിലനിൽക്കുന്നത് ആ നൂലിലാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു സെപ്പറേറ്റ് ഫങ്ഷനായിട്ട് നമ്മൾ കോർഡിനേഷനെ കാണുന്നില്ല, പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനം, മാനേജ്മെൻറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത്, ഒരു സ്ഥാപനത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അവിടുത്തെ കോർഡിനേഷൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഇനി എങ്ങനെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് ക്യാൻ ബി ഹൈലൈറ്റഡ് ത്രൂ ദ ഫോളോയിങ് ടേംസ്. ഈ പറയുന്ന 3 കാര്യങ്ങളിലൂടെ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് പറയാം. ഒന്ന്, ഗ്രോത്ത് ഇൻ സൈസ് ഓർ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. ഒരു ഓർഗനൈസേഷൻ്റെ സൈസ് ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ കോർഡിനേഷൻ്റെ പ്രാധാന്യം കൂടി വരുന്നു. As an organization grows in size, the number of employees also increases. All individuals differ in their habit of work, background, approaches to situation, relations to others. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വലുപ്പം കൂടി വരുന്നതിനനുസരിച്ച് തൊഴിലാളികളുടെ എണ്ണം കൂടുന്നു, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കൂടുന്നു. ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഹാബിറ്റ് വ്യത്യാസം ഉണ്ടാവും, അവരുടെ ജീവിത ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസം ഉണ്ടാവും, അവരുടെ അപ്രോച്ച് വ്യത്യാസം ഉണ്ടാവും, കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളെ ഒരേ ലക്ഷ്യത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കേണ്ടി വരുമ്പോൾ അപ്പോൾ ഓർഗനൈസേഷൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച്, അതായത് ഓർഗനൈസേഷൻ വലുതാവുന്നതിനനുസരിച്ച് ഈ പറയുന്ന കോർഡിനേഷൻ്റെ ആവശ്യകത കൂടിക്കൂടി വരുന്നു. അടുത്തതായി ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഓർഗനൈസേഷനിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ വരികയാണെങ്കിൽ, അതായത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സസ് തുടങ്ങി ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് സ്വന്തം നിലയിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ലക്ഷ്യങ്ങളുണ്ടാവും, പ്രവർത്തന രീതികളുണ്ടാവും. പക്ഷേ ഇതിനെയൊക്കെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് കൂട്ടിയോജിപ്പിക്കേണ്ടതുണ്ട്. സോ
ഈ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ കൂടുന്നതിനനുസരിച്ച് കോർഡിനേഷൻ്റെ ആവശ്യകത കൂടി വരുന്നു. അടുത്തത് സ്പെഷ്യലൈസേഷൻ. In modern business organization, there is a high degree of specialization arising out of the complexities of modern technology and diversification. ഓരോ സ്ഥാപനത്തിൽ തന്നെ വീണ്ടും വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യലൈസേഷൻ വന്ന് പ്രവർത്തനങ്ങളിൽ സ്പെഷ്യലൈസേഷൻ വരുന്നു. അപ്പോൾ ഓരോ തൊഴിലാളിയും കൂടുതൽ ഏരിയയിലേക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് സ്പെസിഫിക് ആയിട്ട് പോകുന്നു. So there requires some mechanism to coordinate the efforts of various specialists in the organization. ഒരു ഓർഗനൈസേഷനിൽ ഒന്നിലധികം സ്പെഷ്യലിസ്റ്റ് ഏരിയകൾ വരുമ്പോൾ ഇത് കോമൺ ഗോളിലേക്ക് കോർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യകത കൂടി വരുന്നു. അടുത്തതായി ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ റിലേഷൻസ്. ഹ്യൂമൻ റിലേഷൻസിലേക്ക് പ്രാധാന്യം. ദർ ഇസ് എ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ മോഡേൺ ബിസിനസ്. നമ്മൾ പറഞ്ഞു മോഡേൺ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ സ്പെഷ്യലൈസേഷനാണ്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ എറൈസസ് കോംപ്ലക്സിറ്റീസ് ഓഫ് മോഡേൺ ടെക്നോളജി. അപ്പോൾ നമുക്കറിയാം ഓരോ സ്ഥലത്തും സ്പെഷ്യലിസ്റ്റുകൾ വരുന്ന സമയത്ത് ഓരോ സ്പെഷ്യലിസ്റ്റുകളും എക്സ്പേർട്ടാണ് സ്വന്തം ഏരിയയിൽ. പക്ഷേ അപ്പോൾ ഒരു കോമൺ ഗോൾ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഇവരെ കൂട്ടിയോജിപ്പിക്കാൻ തീർച്ചയായിട്ടും ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. അപ്പോൾ സ്പെഷ്യലിസ്റ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ സ്പെഷ്യലൈസേഷൻ്റെ എണ്ണം കൂടുമ്പോഴൊക്കെ നമുക്ക് കോർഡിനേഷൻ ആവശ്യമാണ്. ദെൻ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. In many organizations, there are large number of employees. They have different ideas, culture, views, etc. ഓരോ തൊഴിലാളിയും വൈവിധ്യങ്ങളുടെ ഒരു സാമ്രാജ്യമാണ് ഇപ്പോഴത്തെ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ. ഓരോ തൊഴിലാളിക്കും അവരുടേതായ ആശയങ്ങളുണ്ട്, അവരുടെ സാംസ്കാരികമായ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു കോമൺ ലക്ഷ്യത്തിലേക്ക് കൂട്ടിയോജിപ്പിക്കണം എങ്കിൽ അവിടെ ഒരു ഡെലിബറേറ്റ് ഫങ്ഷനായ കോർഡിനേഷൻ അത്യാവശ്യം